ഡെപ്യൂട്ടി ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഹിയർ. എന്താ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും സെർച്ച് ചെയ്തോ? ആവശ്യത്തിന് പോലീസൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഷോ പ്രശ്നമില്ലെന്ന് ഉണ്ടാക്കിയോ? വെരി ഗുഡ്. റെയ്ഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് മിസ് മാലതിയോട് എന്നെ വിളിക്കാൻ പറയും. Search here. Oh. അയ്യോ സാറേ, അത് ഈ സമയം പോകാൻ വേണ്ടി. അത് ഇനി സമയം താനെ പൊയ്ക്കൊള്ളൂ. ഇതൊന്നും വേണ്ട. ഇതിന് കീ എവിടെ? അത് പൂട്ടിയിട്ടില്ല. കീ എടുക്കാൻ. ഇങ്ങ് വരൂ. ദിസ് സാർ സംശയിക്കുന്ന രീതിയിലൊന്നുമില്ല. 36 വർഷമായി SP ഷാ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്നെ കുറിച്ച് ബാഡ് റിമാർക്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്നോട് അസൂയുള്ള ശത്രുക്കൾ ആരെങ്കിലും സാറിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. എന്തായി? വേസ്റ്റ് ഓഫ് ടൈം. ഇവിടെ ഒന്നുമില്ല, നമുക്ക് പോവാം. ഞാൻ മേനോൻ സാറിനൊന്ന് ഫോൺ ചെയ്യട്ടെ. ടേക്ക് ദി ഡീറ്റെയിൽസ് ഓഫ് ദ പാസ്ബുക്ക്. ഓക്കെ മാഡം. ഐ തിങ്ക് യു ക്യാൻ ഗോ. ഹലോ, മേനോ സാറല്ലേ? ഞാൻ മാലതിയ, SP ഷായുടെ വീട്ടിൽ നിന്നാ. ഒന്നും കിട്ടിയില്ല സർ. റവന്യൂ ഇന്റലിജൻസിൽ നിന്നായിരുന്നു ഇൻഫർമേഷൻ. ഇല്ല സർ, ഇറ്റ് ഈസ് ഓൺലി എ സസ്പിഷൻ. പിന്നെ ചില പെറ്റി മിസ്അപ്രോപ്രിയേഷൻസ് ഉണ്ട്. അറസ്റ്റ് ഒന്നും വേണ്ട സർ, ഇറ്റ്സ് നോട്ട് ദാറ്റ് സീരിയസ്. ഷായോട് നാളെ ഓഫീസിൽ വരാൻ പറയും സർ. ഞങ്ങൾ പുറപ്പെടുകേ. ശരി സർ. എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ? യെസ് മാഡം. ബാലാജി, വെങ്കടാചലപതി, ബാലാജി, വെങ്കടാചലപതി, ബാലാജി, വെങ്കടാചലപതി, ബാലാജി, 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 വെങ്കടാചലപതി. അതിങ്ങെടുക്കൂ. ഇതൊന്ന് പൊളിച്ച്. അയ്യോ, തുളസിത്തല വെട്ടി പൊളിക്കരുത്. ഞങ്ങള് പൂജിക്കുന്ന ദൈവം. മനസ്സിലായി, ഞങ്ങൾക്കൊന്ന് പരിശോധിക്കാം. ഇൻസ്പെക്ടർ, റിമൂവ് ഹിം. വെട്ടി പൊളിക്കരുത്. അയ്യോ, വെട്ടി പൊളിക്കരുത്. അയ്യോ, വെട്ടി പൊളിക്കരുത്. അയ്യോ, എന്നെ തുളസി തറയണ്ട, വെട്ടിപ്പൊളിച്ചു. അയ്യോ, കണ്ടു. അതിങ്ങെടുക്കൂ. മിസ്റ്റർ അയ്യർ,
$100. അയ്യോ, മിസ്റ്റർ ഷാ, ഇപ്പൊ മനസ്സിലായി നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നതെന്ന്. ആ കാലിനെന്ത് പറ്റി? പൊന്നാനി റെയിലിന്റെ റിവാർഡ് ആയിരിക്കും. വല്ല ഗുണമുണ്ടായോ? വെരി അൺഫോർച്ചുനേറ്റ്. അവൻ കടന്നു കളഞ്ഞു. അലക്സിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്കത് തോന്നി. എന്നാലും അലക്സിന്റെ കയ്യിൽ നിന്ന് അവൻ എങ്ങനെ രക്ഷപ്പെട്ടു? ആ ഇറ്റ് ഹാപ്പൻഡ്. പക്ഷെ ഉള്ളത് പറയണമല്ലോ, ഹി സ്മാർട്ട്, റിയലി സ്മാർട്ട്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇതുപോലെ എന്നെ കബളിപ്പിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല. ആകപ്പാടെ കിട്ടിയൊരു ഗുണം, കുറെ ഓടി, ചെറിയൊരു ഉളുക്കും. അതുപോട്ടെ, മിസ് മാലതിയുടെ റേഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നുമില്ലെന്ന് കരുതി മടങ്ങാൻ തുടങ്ങിയതാ. അപ്പോഴേ തുളസിത്തറ നോക്കാൻ തോന്നിയത്. ഹോട്ട് ടാർജറ്റ് 36 ലക്ഷം ഒത്തു. 36 ലക്ഷം. അപ്പോൾ 36 ലക്ഷത്തിന്റെ 20%, 7,20,000 രൂപ റിവാർഡ്. കോൾ അടിച്ചല്ലോ. കോളടിച്ചത് കസ്റ്റംസുകാരാ. സ്വർണ്ണമായിരുന്നു കൂടുതൽ. ഡോളർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാഷ് അകത്തുണ്ടോ? ഇത്തിരി ചില്ലറ ബാക്കിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ പ്ലം വാങ്ങിച്ചോ? ഓ യെസ്. ആ, ഞാനൊരു കാര്യം ചോദിച്ചാൽ കുട്ടി തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ചോദിച്ചോളൂ. നിങ്ങൾ ഇതിനു മുമ്പും ഈ ഓർഫനേജിന് സംഭാവന നൽകിയിട്ടുണ്ട്. ചിലപ്പോ ചെറിയ തുക, ചിലപ്പോ വലിയ തുക. സുമനസാലെ ആരെങ്കിലും തരുന്ന സംഭാവനയുടെ ഔചിത്യത്തെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും കുട്ടിയുടെ ജോലി എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരു കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണോ ഈ സംഭാവന? എനിക്ക് മനസ്സിലായില്ല. തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. ബ്രൈബ്, കൈക്കൂലി, നിങ്ങളുടെ ജോലിയും അതുമായി അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. നോ, നെവർ, ഒരിക്കലും അല്ല. ഞാൻ ഇവിടെ തന്ന അമൗണ്ട് സർക്കാർ രജിസ്റ്ററിൽ ഒപ്പിട്ട് വാങ്ങിയ കാശ് തന്നെയാണ്. ഞങ്ങൾ എൻഫോഴ്സ്മെന്റുകാർക്കും കസ്റ്റംസുകാർക്കൊക്കെ പുതിയൊരു ആനുകൂല്യമുണ്ട്. പിടിക്കപ്പെടുന്ന അമൗണ്ടിന്റെ 20% അതാത് റെയ്ഡിൽ പങ്കെടുക്കുന്ന ഓഫീസേഴ്സിന് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 2-3 മാസം കൂടുമ്പോൾ മന്ത്ലി പേയ്മെന്റിന്റെ കൂടെ അത് സെറ്റിൽ ചെയ്യും. അങ്ങനെ കിട്ടുന്ന അമൗണ്ട് ഞാൻ എന്റെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് സംഭാവനയും നൽകും. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഞാൻ മറ്റേ ഇതാ ആന്റി വന്നു. വർമ്മ സാർ എപ്പോ വന്നു? കുറച്ചേരമായി. സാർ ചായ കുടിച്ചോ? ഭവാനിയമ്മേ? വേണ്ട വേണ്ട, ഭവാനിയമ്മ ചായ തന്നു, ഞാൻ കുടിക്കുകയും ചെയ്തു. സാറിനെ കണ്ടിട്ട് കുറച്ചു കാലമായി. അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. ബാലന്റെ ഓഫീസ് അറ്റൻഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് 146 വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നു. ആകെപ്പാടെ ജോലിക്ക് വന്ന 60 ദിവസം. 6 മാസം കൊണ്ട് എടുക്കാവുന്ന ലീവ് എടുത്തു കഴിഞ്ഞു. ഇപ്പോ ലോസ് ഓഫ് പേ ആണ്. എന്റെ മകനായിരുന്നെങ്കിൽ ജോലിയിൽ നാട്ടി പുറത്താക്കിയേനെ. മകളുടെ ഭർത്താവായിരുന്നെങ്കിൽ അവളെ കെട്ടിച്ചു കൊടുത്ത പാവത്തിന് വീട്ടിലിരുത്തി ചോറ് കൊടുത്തേനെ. അവൻ ഈ കണ്ണു കാണാത്ത കുഞ്ഞിന്റെ അച്ഛനായി പോയി. എന്റെ സുഹൃത്തിന്റെ മകനും. അതുകൊണ്ടാണ് ഇത്രയും നാൾ ക്ഷമിച്ചത്. 2 മെമ്മോ കൊടുത്തു കഴിഞ്ഞു. അടുത്ത മെമ്മോ ഡിസ്മിസിലായിരിക്കും. ഭാര്യ മരിച്ചതുകൊണ്ടാ കള്ളു കുടിക്കുന്നതെന്നും ചീട്ട് കളിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞാൽ അനിയത്തെ സഹിച്ചെന്നിരിക്കും. കമ്പനിക്ക് അതിന്റെ ആവശ്യമില്ല. 6 മാസം മുമ്പ് വരെ മരിച്ചുപോയ അവന്റെ ഭാര്യ ഉണ്ടായിരുന്നു അവനെ നിയന്ത്രിക്കാൻ. ഇന്ന് നിനക്കത് സാധിച്ചാൽ നന്ന്. നിന്നോടൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നോന്ന് മാത്രം. ഞാൻ ഇറങ്ങും. ഹലോ, അതെ, വിളിക്കാം. സർ, സാറിനത്തെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ അവിടെ ഇല്ലെന്ന് പറ. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്.
ഉണ്ടായിരുന്നു, ഇപ്പോഴില്ലെന്ന് പറ. ഈസ് നോ മോർ. താൻ പറഞ്ഞാ മതി ചെല്ലേ. ശരി സർ. എടോ ഡോക്ടർ, താൻ കളിക്കുന്നില്ലേ? ഇല്ല, സ്കൂട്ടിന്റെ ടോക്കൺ അവിടെ വെച്ചിട്ടുണ്ട്. അല്ലേലും തന്നെ സ്ഥിരം തൊഴില. ഐ എം സോറി. നമ്മൾ ഏതുവരെ പറഞ്ഞു നിർത്തി? ആഗ്രഹങ്ങളും അതെങ്ങനെ പൂർത്തീകരിക്കും എന്നതിനെ കുറിച്ച്. ദാറ്റ്സ് കറക്റ്റ്. വളരെ ചെറുപ്പത്തിലെ മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകൾ എന്നെ ഹഠാത് ആകർഷിച്ചിരുന്നു. ആ ആഗ്രഹം പിൽക്കാലത്ത് എന്നെ ഒരു സൈക്യാട്രിസ്റ്റ് ആക്കി. ആഗ്രഹങ്ങൾ മനസ്സിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഉദാഹരണത്തിന്, ബാല്യത്തിൽ സൈക്കിൾ ചവിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് പിൽക്കാലത്ത് സൈക്കിൾ റിക്ഷാക്കാരനാകും. അതുപോലെ എന്തിനേയും വാച്ച് ചെയ്യുന്ന ഒരു കുഞ്ഞ് വാച്ച്മാൻ ആകും. അതിങ്ങ് തന്നെ. എക്സ്ക്യൂസ് മീ. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ബോഫേഴ്സ്. ബോഫേഴ്സ് ആരാണെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാതാവ്. കഴിഞ്ഞ ജന്മം പടക്ക കച്ചവടം നടത്തി ആഗ്രഹം പൂർത്തിയാവാതെ ശിവകാശിയിൽ വെന്തു മരിച്ച ആളാണ് ഈ ജന്മം ബോഫേഴ്സ് ആയത്. അതും ആഗ്രഹമാണ്, വെടിവെക്കാനുള്ള ആഗ്രഹം. എടോ ഉത്തരവിളി, വാ പോവാ. ഐ എം കമ്മിങ്. ബാക്കി നാളെ പറയാം. ഓ, കേട്ടിടത്തോളം മതി. ആ. ഈ വീട്ടിൽ ഞാനും കണ്ണു കാണാത്തൊരു കുഞ്ഞു മാത്രമേ ഉള്ളൂ. ചേട്ടനത് ഓർത്താൽ നന്ന്. ഐ എം സോറി. ഇന്ന് അല്പം കൂടിപ്പോയി. ഇനി ഞാനിത് ആവർത്തിക്കില്ല. ഐ വിൽ ബി കെയർഫുൾ. കുറച്ച് കോഴിമുട്ടയുണ്ട്, വേണോ? എത്രയുണ്ട്? അകത്തേക്ക് കയറ്റി ഇരുത്തുന്നു. എടാ പോക്കരെ, എന്താ പാപ്പാ? ഇതൊന്ന് വെച്ച് ഇവിടെ കുത്തിരുന്നാട്ടെ. വാപ്പ ഒപ്പം വരാം. പിടിച്ചോ, 10,000 ഉറുപ്പ്യുണ്ട്. ഇത് എത്ര വെച്ചാ? 14 വെച്ച്. ബാങ്കിൽ കൊടുത്താൽ 12 രൂപ കിട്ടുമല്ലോ. അമ്മ അതിൽ കത്തോടെ ഞമ്മക്ക് വേണ്ട. പിടിച്ചോ. അതും കൊടുക്കുന്നേ 13 രൂപ പുറത്തുള്ളത്. മുതലാളി ആയോണ്ടാ 14 വെച്ച് തന്നത്. നിങ്ങൾ അതിനെടുത്തു എന്തിട്ട് പാടത്? അങ്ങോട്ട് പിടിച്ച മുതലാളി, അതിന് എടുത്തന്നെ. നിങ്ങൾ അങ്ങോട്ട് പിടിച്ചേ. നിങ്ങൾ നടന്നു നടന്നു ഞാൻ വന്നേക്കാവുന്നു. ആ, 500 രൂപയുള്ളൂ. അതെ. ഒരു കുറച്ചല്ലേ വാങ്ങിച്ചു തന്നത്? ബാക്കി കുടുങ്ങിയതാ. ഒരു ചില്ലിക്കാസ് കൂടുതൽ എന്നോട് കിട്ടൂല. ഇതിലും കുറച്ച് തരാൻ ഇവിടെ ആളുണ്ട്. ആ, ഇത് നല്ല കച്ചവടം ചെയ്തിട്ടാണ് ഞാനിപ്പോ ഇത്. എന്തൊരു പോക്കാ ഇത്? അവിടെ നിക്കുന്നേ, നമുക്കുള്ളതിങ്ങതാ. എന്തിന്? എങ്കിനാ 16,000 രൂപ ലാഭം കിട്ടിയല്ലേ? കിട്ടി. അതിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്കറിയാം. തന്നെ പറ്റിച്ചല്ലേ? ആഹാ, ഇപ്പൊ അങ്ങനായോ? അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. കാര്യം കഴിഞ്ഞപ്പോ കാല് മറന്നോ? ദേ, ഞാൻ ഒച്ച വെക്കും, ആളും കൂടും. തന്റെ മോന്ത കണ്ടാലേ ആള് കൂടുന്ന സ്വഭാവം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യു ലുക്ക് വെരി സ്മാർട്ട് ടുഡേ. എന്താ? അല്ല, ഇംഗ്ലീഷിൽ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ല. അല്ല, സാറിന് വളരെ സ്മാർട്ടാണെന്ന് പറയായിരുന്നു. ഓ, തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ആൾക്കാരെ മയക്കുന്ന ഈ ശൃംഗാരച്ചിരി ഉണ്ടല്ലോ, അതെന്റെ അടുത്ത് വേണ്ടാന്ന്. ടൈപ്പ് ചെയ്യടോ.
സാർ, സാറിന് ഒരാളെ അന്വേഷിച്ചു വന്നിരിക്കും. ആര്? ഏതോ ഒരു മെനക്കെട് കേശയാണെന്നാ തോന്നണത്. വിളിക്കട്ടെ? വേണ്ട, ഞാൻ അങ്ങോട്ടല്ല. എന്താ രഹസ്യം ഒന്നും പറയണ്ട, കാര്യം പറയാൻ. പിന്നെ ടൗണിലുള്ള സ്റ്റേഡിയം വ്യൂ ഹോട്ടലിലെ മുതലാളിയുമായി ഒരു ദുബായിക്കാരൻ ഇപ്പൊ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ട്. എന്തിടപാട്? ഡോളർ. ആര് പറഞ്ഞു? ഞാൻ വേറെ വഴിക്ക്. എത്ര ഉണ്ടോ? എത്ര ആണെന്നൊന്നും എനിക്കറിയില്ല. സത്യമാണോടാ? അയ്യോ, എന്റെ അമ്മച്ചാണ് സത്യം. മുമ്പൊരിക്കൽ നീ എന്നെ പറഞ്ഞു പറ്റിച്ചതാ. ഇത് അതുപോലെ ആണെങ്കിലുണ്ടോ? അയ്യോ, ഞാൻ സാറിനെ പറ്റിച്ചെന്നോ? സാറിന് ആള് മാറിപ്പോയതല്ലേ? ആ സാറേ, ആ കാക്കാട് ഒരു മെടക്കനാ. നേരെ ചൊവ്വ ചോദിച്ചാലൊന്നും ആള് വീടില്ല. എന്താ ഹോട്ടലിന്റെ പേര് പറഞ്ഞത്? സാർ, അകത്ത് സ്ഥലമുണ്ട്, അങ്ങോട്ട് ഇരിക്കാം. മുതലാളിക്ക് കോഴിമുട്ട കച്ചവടം ഉണ്ടെന്ന് കേട്ടു. എന്റെ കുറച്ച് കോഴിമുട്ട ഉണ്ട്, കൊടുക്കാൻ വേണോ? കോഴിമുട്ട നമ്മക്ക് വേണ്ട, നമ്മക്ക് കച്ചവടം ഇല്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? മനസ്സിലായോ? ഇനി ഇങ്ങോട്ട് മാറിക്കേ. ഞങ്ങൾക്ക് ഈ മേശയ്ക്കൊന്ന് പരിശോധിക്കണം. മാറാനോ? നമ്മളെന്തിനു മാറണം? നമ്മക്ക് കള്ളക്കറുത്തൊന്നുമില്ല. മാറ്. പറ്റൂല, നമ്മളെ കൊന്നാലും മാറൂല. ഇങ്ങോട്ട് മാറും. എന്നെ കൊന്നുപോയി. അമ്മോ, ജാമ്യം കിട്ടിയോ? ഓ, നമ്മളെ വക്കീൽ വന്നിരുന്നു. Bring him. എന്തിനാണ് ഇങ്ങനെ തല്ലണത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്റെ കയ്യിലുള്ള പൈസ പോയി പാലും കൂടി അടിച്ച് പണിയാക്കുകയും ചെയ്ത്. അബ്ദുള്ളയെ വേദനിപ്പിച്ചത് എന്തിനാണെന്ന് അറിയണോ? അറിയണം. ഇപ്പോൾ നടന്നത് സാമ്പിളാ. തൃശൂർ പൂരത്തിന്റെ തലേ ദിവസം നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലെ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തിരിച്ചും മറിച്ചും പലതും ചോദിക്കും. ആരാണ് ഈ ഡോളർ കച്ചവടത്തിന്റെ പിന്നിൽ? ആർക്കാണ് അബ്ദുള്ള ഈ ഡോളർ കൊടുക്കുന്നത് എന്നും മറ്റും. ചിലപ്പോൾ അബ്ദുള്ള അറിയാതെ എന്റെ പേര് പറഞ്ഞു പോകും. ഒന്നും പറയാതെ തന്നെ ഇത്രയും കിട്ടിയെങ്കിൽ പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് അറിയാമല്ലോ. ഇല്ല സാർ, പറയൂല. ഗുഡ്. എങ്കിൽ സാമ്പിളോട് കൂടി തീരും. ആരാണ് ആ ബ്രോക്കർ? ഓന്റെ പേരറിയില്ല. എത്ര രൂപ നഷ്ടമുണ്ട്? 42,000. അല്ല, ഒരു 500 ഓന് കൊടുത്തതുണ്ട്. അങ്ങനെ 42,500. ഹസൻ, സെറ്റിൽ ഹിസ് അക്കൗണ്ട് ടുമോറോ മോർണിംഗ്. ഹസൻ അറിയാമോ എൻഫോഴ്സ്മെന്റുകാർക്ക് നമ്മളെ ഒറ്റിക്കൊടുത്തത് ആരാണെന്ന്?
നിനക്കറിയാമോ? നിനക്കോ? വാട്ട് അബൌട്ട് യു? കറുത്ത് മെലിഞ്ഞ് പൊക്കം കുറഞ്ഞൊരു ചെറുപ്പക്കാരൻ